ഈ അമ്പലത്തിന്റെ ആൽത്തറയിൽ ഇരിക്കാന് ഒരു പോസിറ്റീവ് വൈബ് തന്നെ അല്ലേ? വൈബോ? എന്ത് വൈബ്? ചുട്ടിട്ട് വജപ്പെടാ ആകപ്പാടെ. നമ്മ പ്രണയം തുടങ്ങിട്ടേ നാളത്തേക്ക് 1 വർഷം തികയാ. എനിക്ക് ഞാൻ എന്ത് ഗിഫ്റ്റാ തരേണ്ടത്? ചക്ക. ഇത് ചക്കേ? ഞാനല്ല, ഓനാ. ചക്ക കൂട്ടാൻ മതിയമ്മ. അതാകുമ്പോ നമ്മളെ വളപ്പ് തന്നെ അല്ല ഇഷ്ടം പോലെ. അവിടെ നിർത്തണ വെച്ചളി. പൊന്നാര ചെങ്ങായി എന്റെ തൊള്ള നടക്കേ. ചക്ക കൂട്ടാൻ തന്നെ ഉണ്ടാക്കിക്കളി. ശരി, നമുക്ക് എന്നാ എന്തെങ്കിലും പോയി കഴിച്ചാലോ? വല്ല മന്തിയോ അൽഫാമോ മധുഹൂത്തോ എന്ത് വേണേലും കഴിച്ചാലോ? അത് ശരി. ഓൾക്കണക്ക് മന്തി ഇതൊക്കെ വാങ്ങിക്കൊടുക്കല്ലേ? ഞാൻ ഇന്നലെ ഹോട്ടലിൽ നിന്ന് ഒരു കാലിപ്പൊറാട്ടി ചായ വാങ്ങിത്തരാൻ പറഞ്ഞിട്ടേ വാങ്ങി തന്നില്ലേ? ഇനി എന്തൊക്കെ വർത്താനം പറഞ്ഞ എന്നോട്? ഞമ്മക്കേ ഒന്ന് നടന്നിട്ട് സംസാരിക്കാട്ടോ. വാ. ഓനെ വല്ല മൈൻഡ് ചെയ്യണ്ടോ. പൊട്ടനാ, ബുദ്ധിയൊന്നുമില്ല വല്ലാതെ. ആക്രമിക്കുവോ? ഇതുവരെ അക്രമം തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ പോയി ആക്രമിക്കും തോന്നുന്നു. പൊട്ടനാണേ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? IT മേഖലയിൽ ഒരു ജോബ്. സെറ്റ് ആവൂലത്? ഈ കൊമേഴ്സ് അല്ലേ പഠിച്ചീന്നെ? എന്നിട്ട് IT മേഖലയിൽ ജോബോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോ അതൊരു പ്രൗഡ് അല്ലേ? അതൊക്കെ പ്രൗഡ് തന്നെയാണ്. പക്ഷെ ഈ കൊമേഴ്സും ITയും വല്ല പാൽപ്പായസം അച്ചാറും മാതിരിയാണുള്ളത്. നമ്മളെ കോട്ടയ്ക്കല്ല IQGT ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ പോയ എല്ലാം സെറ്റാണ്. എടാ പൊട്ടാ, അതിന് ഇവള് കൊമേഴ്സ് ആണ് പഠിച്ചിരുന്നേ. IT കൊമേഴ്സും എന്ത് ബന്ധമല്ലോ? അതൊന്നും ഒരു പ്രശ്നമല്ല. ഇത് നേരെ വിട്ടു, ഒക്കെ സെറ്റാണ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഉള്ളത് നമ്മളെ കോട്ടക്കലില്ല IQGTയിലാണ്. അപ്പൊ ജസ്റ്റിലേക്ക് IT മേഖലയിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം. അപ്പൊ ഇവള് പഠിച്ചതാണെങ്കിലോ കൊമേഴ്സ് ആണ്. അപ്പൊ അതും യാതൊരു ബന്ധമില്ലാത്തൊരു സംഭവമാണ്. അപ്പൊ നമുക്ക് തന്നെ ഇവിടുത്തെ ആളുകളോട് ചോദിച്ചു നോക്കാം. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡ്യൂറേഷൻ പറയുന്നത് 7 മന്ത് ആണ്. അത് നമുക്ക് 3 മന്ത് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈനിങ്ങിന്റെ കംപ്ലീറ്റ് പോർഷൻസ് ഉണ്ടായിരിക്കും. 3 മന്ത് നമുക്ക് ഡെവലപ്മെന്റിന്റെ കംപ്ലീറ്റ് പോർഷൻസും കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കോഡിംഗ് ആണ്. കോഡിംഗ് ആണ് മെയിൻ ആയിട്ട് പഠിക്കാനായിരിക്കും. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആയിട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്താണ് പഠിക്കുന്നത്. ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത പറയുന്നത് നമ്മൾ ലൈവ് പ്രൊജക്ട് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇവള് സയൻസ് അല്ലേ പഠിച്ചിരിക്കണേ, ഇവള് കൊമേഴ്സാ പഠിച്ചിരിക്കണേ. അതൊരു പ്രശ്നമല്ല. കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഒക്കെ ഇത് പഠിക്കാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി. നമ്മളെ സ്റ്റുഡൻസ് തന്നെ പല സ്ട്രീമിൽ നിന്ന് വന്നവരുണ്ട്. ഇപ്പൊ പ്ലേസ്ഡ് ആയി സ്വന്തമായിട്ട് കമ്പനി വരെ സ്റ്റാർട്ട് ചെയ്ത കുട്ടികളുണ്ട്. അല്ല, ഇതിപ്പോ പഠിച്ചെനിക്ക് ജോലി കിട്ടുമോ? ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പേടി വേണ്ട. IQGTയിൽ പഠിച്ചാൽ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ലൈഫ് ലോങ് പ്ലേസ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ 1 മന്ത് ഇംഗ്ലീഷിന്റെ ലാംഗ്വേജിന്റെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. പിന്നെ 1 വീക്ക് നമുക്കൊരു ഇന്റർവ്യൂ ട്രെയിനിങ് പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്. അപ്പൊ ഗൈസ് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ ഏത് സബ്ജക്ട് പഠിച്ചാലും ഒരു കുഴപ്പമില്ല. IQGTയിൽ എല്ലാം സെറ്റാണ്. അപ്പൊ ഗൈസ് ഇനി ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. വേഗം പോയി കോൺടാക്ട് ചെയ്തോളി.